പ്രിയ സഹോദരങ്ങളെ, പിതാവായ ദൈവം വെറുക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിവാഹമോചനം എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. വിവാഹം എന്നത് കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കരാറല്ല, മറിച്ച് ദൈവം മുമ്പാകെ നടത്തുന്ന പവിത്രമായ ഒരു ഉടമ്പടിയാണ്. ഇറ്റ്സ് എ ഹോളി കവനൻറ്റ്. ഉറച്ച ബോധ്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടിയുള്ള ഒരു സമർപ്പണമായിരിക്കണം ഓരോ വിവാഹവും. അതല്ലാണ്ട് വ്യക്തി താല്പര്യമോ ഇൻഫാറ്റുവേഷനോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡിസയേഴ്സിനെയോ ഒക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു എടുത്തുചാട്ടൽ ആയിരിക്കരുത് വിവാഹം. സ്വാർത്ഥത വെടിഞ്ഞ് പരസ്പരം വിട്ടുകൊടുക്കുന്ന ആത്മത്യാഗത്തിൻ്റെ പാതയാണ് ദാമ്പത്യം. സ്വാർത്ഥതയാണ് ഇന്ന് ബന്ധങ്ങളെ തകർക്കുന്നത്. ദൈവത്തിനായി ഒരു വിശുദ്ധ തലമുറയെ വളർത്തിയെടുക്കുക എന്നതാണ് കുടുംബജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അവനവൻ്റെ നിറവേറാത്ത സ്വപ്നങ്ങൾ അത് പുതുക്കാനും അത് പൂർത്തീകരിക്കാനുമുള്ള ഉള്ളൊരു ഉപാധി, ഒരു ടൂളല്ല മക്കൾ. ഇതിനായി ദമ്പതികൾ പരസ്പര പൂരകങ്ങളായി മാറുകയും സ്വയം ദാനമായി നൽകുകയും വേണം പങ്കാളിക്ക്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ ബാങ്ക് ബാലൻസിനോ സാമ്പത്തിക സുരക്ഷിതത്തിനോ അല്ല മുൻഗണന നൽകേണ്ടത്. ഒരു നിമിഷം കൊണ്ട് പിതാവായ ദൈവത്തിന് അതില്ലാണ്ടാക്കാം. ഭൗതിക സമ്പത്തിനേക്കാൾ ഉപരിയായി മാനസികവും വൈകാരികവുമായ പക്വതയാണ് ഒരു ബന്ധത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യം. നമ്മുടെ ജീവിതം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു ലീസ് അല്ലെങ്കിൽ ഒരു വാടക, നീണ്ടൊരു വാടക എന്ന് നാം തിരിച്ചറിയണം. നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഈ ജീവിതത്തിൻ്റെ യഥാർത്ഥ ഗ്യാരണ്ടർ അഥവാ ഉറപ്പുകാരൻ ദൈവമാണ്, ലോകമല്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഭൗതികമായ കുറവുകളെ അതിജീവിക്കാനുള്ള കരുത്ത് ദൈവം തന്നെ നൽകും. നാം വിശ്വസിക്കുന്നില്ല എന്ന് മാത്രം. വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോ വ്യക്തിക്കും അത് ദൈവമഹത്വത്തിനായി മാത്രം ചെയ്യേണ്ടതാണ്. ദൈവം യോജിപ്പിച്ചതിനെ വേർപെടുത്താൻ മനുഷ്യന് അധികാരമില്ല എന്ന സത്യം നാം വിസ്മരിക്കരുത്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പിന്തിരിഞ്ഞോടാനല്ല, മറിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. മക്കളെ ദൈവഭയത്തിലും ഭക്തിയിലും വളർത്തുക എന്നത് മാതാപിതാക്കളുടെ വലിയ ഒരു ഉത്തരവാദിത്വമാണ്. കുടുംബത്തിലെ സമാധാനം എന്നത് പരസ്പരമുള്ള ക്ഷമയിലും വിട്ടുവീഴ്ചയിലുമാണ് അടങ്ങിയിരിക്കുന്നത്. വിവാഹമോചനം എന്ന ചിന്തയെപ്പോലും വിശ്വാസികൾ തള്ളിക്കളയേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതികൾ എപ്പോഴും നമ്മുടെ നന്മയ്ക്കായിട്ടുള്ളതാണെന്ന് നാം തിരിച്ചറിയണം. സ്നേഹവും വിശ്വസ്തതയും നിറഞ്ഞ ഒരു ദാമ്പത്യം ദൈവത്തിന് നൽകുന്ന ഏറ്റവും വലിയ ആരാധനയാണ്. ഭൗതികമായ ബാഹ്യരൂപത്തേക്കാൾ ഹൃദയത്തിൻ്റെ നന്മയെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവം വെറുക്കുന്ന വിവാഹമോചനത്തിൻ്റെ പാതയിൽ നിന്ന് അകന്ന് വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ദാമ്പത്യം ദൈവത്തിൻ്റെ കൃപയാൽ എന്നെന്നും സുരക്ഷിതമായിരിക്കട്ടെ. ആമേൻ.